അപ്പോൾ നമുക്കിന്ന് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി മുരിങ്ങാക്കായും കറി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളിയും മുരിങ്ങാക്കായും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങാക്കായ ഇങ്ങനെ നെടുകെ ഒന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പിനായിട്ടുള്ള നാളികേരം ചിരകിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ നാളികേരം ചിരകിയെടുത്ത് അരച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും മുരിങ്ങക്കായും ഒക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വച്ചേക്കണ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.